എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 13ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം കണ്ട ഭാഗം, അതായത് 12ാമത്തെ സർഗം എന്ന് പറയുന്നത് 8ാമത്തെ സർഗത്തിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ആവർത്തനമായിരുന്നു. വളരെ കുറച്ച് ശ്ലോകങ്ങളെ വേറിട്ടതുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വാക്കുകൾ കൊണ്ടും ആശയം കൊണ്ടും ഒരേപോലെ 8ാമത്തെ സർഗത്തിൻ്റെ ആവർത്തനമായിരുന്നു. ഇത് യാഗത്തിനുള്ള കുറച്ചുകൂടി കേമായിട്ടുള്ള പുറപ്പാടിനെ പറ്റി പറയണ ഒരു സർഗമാണ്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. പുനഃപ്രാപ്തേ വസന്തേതു പൂർണ്ണസംവത്സരോഭവത് പ്രസവാർത്ഥം ഗതോ യഷ്ടും ഹയമേധേന വീര്യവാൻ. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞതും വസന്തം വന്നു എന്ന് തന്നെയാണ്. ഇവിടെ വീണ്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. പുനഃ വസന്തേ പ്രാപ്തേ, വീണ്ടും ഒരു വസന്തം വന്നു ചേർന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെ കണക്കാക്കിയാലും 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവണം. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞ വസന്തം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു വർഷം കഴിഞ്ഞിട്ട്, അങ്ങനെയാണല്ലോ പിന്നത്തെ വസന്ത ഋതു വരിക. ആ സമയത്ത് പൂർണ്ണമായിട്ടുള്ള 1 വർഷം കഴിഞ്ഞു. സംവത്സര പൂർണ്ണോ അഭവത്, 1 വർഷം തികയാണ് ചെയ്തത്. അതാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സംവത്സരം കഴിഞ്ഞു. 1 വസന്തം കഴിഞ്ഞ് പിന്നത്തെ വസന്തമായപ്പോഴേക്കും. അപ്പോഴാണ് എന്ത് ചെയ്യാൻ പുറപ്പെടുന്നത്? പ്രസവാർത്ഥം ഗതോ യഷ്ടും ഹയമേധേന വീര്യവാൻ. വീര്യവാൻ ദശരഥ, വീര്യവാനായിട്ടുള്ള അതീവ സമർത്ഥനായിട്ടുള്ള ആ രാജാവ് ദശരഥൻ പ്രസവാർത്ഥം യഷ്ടും ഗത. പ്രസവാർത്ഥം, പ്രസവം എന്നുള്ളത് കൊണ്ട് സ്ത്രീയുടെ പ്രസവം എന്നുള്ള അർത്ഥത്തിലല്ല, പ്രസവം കൊണ്ട് ഉണ്ടാകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പുത്രന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായ യാഗം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. മിക്കവാറും കഴിഞ്ഞ സർഗത്തിൽ പറയേണ്ടതായിട്ടുള്ളൊരു കഥയാണ്. 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാവാം യാഗം ചെയ്യാനായിട്ട് പുറപ്പെടുന്നത്. അല്ലാതെ ഋഷ്യശൃംഖനെയും കൊണ്ടുവന്നിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പല ആരംഭങ്ങളും നടത്തിയിട്ട് എന്നൊക്കെ പറയണ ആ രീതിയിലുള്ള വർണ്ണനയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വസന്ത ഋതു വന്നപ്പോൾ അപ്പോഴാണ് രാജാവ് യാഗം ചെയ്യാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് സരയൂ നദിയുടെ തീരത്തേക്ക് പുറപ്പെടുന്നത്. അതാണ് പ്രസവാർത്ഥം ഗതോ യഷ്ടും. യഷ്ടും ഗതഃ, കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അശ്വമേധയാഗം ചെയ്യാനായിട്ട് രാജാവ് താല്പര്യപ്പെട്ടു, അതിനായിട്ട് ഒരുങ്ങി എന്നർത്ഥം. അങ്ങനെ ഒരുക്കത്തിൻ്റെ കൂടെ ഏറ്റവും ആദ്യം കണ്ട് വന്ദിക്കേണ്ടതും അനുവാദം ചോദിക്കേണ്ടതൊക്കെ പുരോഹിതനോടാണ്. അപ്പോൾ വസിഷ്ഠനെ പറ്റി പറയാണ് 2ാമത്തെ ശ്ലോകത്തിൽ. അഭിവാദ്യ വസിഷ്ഠം ച ന്യായതഃ പ്രതിപൂജ്യ ച അബ്രവീത് പ്രശ്രിതം വാക്യം പ്രസവാർത്ഥം ദ്വിജോത്തമം. അതിനുശേഷം അങ്ങനെ പുറപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് തൻ്റെ പുരോഹിതനായിട്ടുള്ള വസിഷ്ഠനെ കാണാൻ പോവുകയാണ്. അല്ലെങ്കിൽ വസിഷ്ഠനോട് ചോദിക്കുകയാണ്. വസിഷ്ഠം ന്യായത അഭിവാദ്യ പ്രതിപൂജ്യ ച. തൻ്റെ ഏറ്റവും വലിയ പുരോഹിതനായിട്ടുള്ള 2 പുരോഹിതന്മാരുണ്ട്, വസിഷ്ഠനും വാമദേവനും എന്ന് പറഞ്ഞു. അതിലേറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ, അതുപോലെ പ്രായം കൊണ്ട് ഏറ്റവും കാരണവർ സ്ഥാനമുള്ളത് വസിഷ്ഠന് തന്നെയാണ്. ആ വസിഷ്ഠനെ വേണ്ടതുപോലെ വന്ദിച്ചിട്ട് വേണ്ട പൂജകളൊക്കെ ചെയ്തു കൊടുത്തിട്ട്, അതാണ് അഭിവാദ്യ പ്രതിപൂജ്യ ച എന്ന് പറഞ്ഞത്. അങ്ങനെ വന്ദിക്കുകയും നമസ്കരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? പ്രസവാർത്ഥം ദ്വിജോത്തമം പ്രശ്രിതം വാക്യം അബ്രവീത്. പ്രസവാർത്ഥം എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാൻ ഞാനിതാ പുറപ്പെടുകയായി എന്നുള്ള വാക്കുകൾ ആ ദ്വിജോത്തമനോട് പറയുകയും ചെയ്തു. പ്രശ്രിതം വാക്യം അബ്രവീത്. പ്രശ്രിതം വാക്യം എന്ന് പറഞ്ഞാൽ വളരെ ആദരവോട് കൂടിയിട്ട് ഉണർത്തിച്ചു. വളരെ ഭവ്യതയോട് കൂടിയിട്ടാണ് പുരോഹിതനോട് ഈ കാര്യങ്ങൾ ദശരഥൻ അറിയിക്കുന്നത്. അതാ ഞാൻ യാഗം ചെയ്യാൻ പുറപ്പെടുകയായി എന്നുള്ള വർത്തമാനം ദ്വിജോത്തമനായിട്ടുള്ള ആ പുരോഹിതനോട്, വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറയണതെന്ന് എടുത്തു പറയാണ് 3ാമത്തെ ശ്ലോകത്തിൽ. യജ്ഞോ മേ ക്രിയതാം ബ്രഹ്മൻ യഥോക്തം മുനിപുംഗവ യഥാ ന വിഘ്നാ ക്രിയന്തേ യജ്ഞാംഗേഷു വിധീയതാം. ഞാനിതാ യാഗം ചെയ്യാൻ പുറപ്പെടുകയാണ്. അങ്ങയുടെ എല്ലാ വിധത്തിലുള്ളതായ അനുവാദങ്ങളും ആശീർവാദങ്ങളും വേണം എന്നാണ് പറയാൻ പോണത്. അതോടൊപ്പം തന്നെ അങ്ങാണത് നോക്കി നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളും. യജ്ഞോ മേ ക്രിയതാം ബ്രഹ്മൻ, അല്ലയോ മുനീശ്വര, അല്ലയോ പുരോഹിത ശ്രേഷ്ഠ, അതാണ് ബ്രഹ്മൻ.
മുനിപുങ്കവ, മുനിമാരിൽ വച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ വസിഷ്ഠ മുനെ, അങ്ങയോട് ഞാൻ ഉണർത്തിക്കുകയാണ്. എന്താ പറയാൻ പോണത്? യഥോക്തം യജ്ഞ മേ ക്രിയതാം, ആദ്യമേ എന്നോട് പറഞ്ഞുല്ലോ അശ്വമേധയാഗം ചെയ്യണം, പുത്രന്മാരുണ്ടാവണമെങ്കിൽ അശ്വമേധയാഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നത് അങ്ങാണല്ലോ. ആ രീതിയിൽ ഇതാ ഞാൻ ചെയ്യാൻ പുറപ്പെടുകയാണ്. അതിന് അങ്ങ് തന്നെ നേതൃത്വം വഹിക്കണം. മേ യജ്ഞക്രിയതാം, എൻ്റെ യാഗം അങ്ങ് ഭംഗിയായിട്ട് തുടങ്ങി തരണം, അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചെയ്തു തീർത്തു തരണം. എങ്ങനെ? യഥാന വിഘ്നാഹ ക്രിയന്തേ യജ്ഞാംഗേഷു വിധീയതാം, വിഘ്നങ്ങൾ എങ്ങനെ യാഗത്തെ ബാധിക്കില്ലയോ ആ രീതിയിൽ യജ്ഞാംഗങ്ങൾ പറഞ്ഞു തന്നാലും. വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കണമെങ്കിൽ അവിടെ മുടക്കങ്ങൾ, തെറ്റുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ തെറ്റുകളില്ലാത്ത വിധത്തിൽ യാഗം എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വഴികളൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് ദശരഥൻ വസിഷ്ഠനോട് ആവശ്യപ്പെടുന്നത്. അതാണ് യഥാ ന വിഘ്നാഹ ക്രിയന്തേ തഥാ യജ്ഞാംഗേഷു വിധീയത. എപ്രകാരമായാലാണോ, യഥാ ഏത് തരത്തിൽ യാഗം ചെയ്താലാണോ, വിഘ്നാഹ ന ക്രിയന്തേ വിഘ്നങ്ങൾ അതിൽ പ്രവർത്തിക്കുകയില്ലാത്തത്, അതായത് വിഘ്നങ്ങളൊന്നും വരാതെ യാഗം എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ പ്രകാരം ആ രീതി എനിക്ക് ഉപദേശിച്ചു തരൂ. അങ്ങനെ യജ്ഞാംഗങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു യജ്ഞം പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുക. അങ്ങനെയുള്ള അംഗങ്ങളൊക്കെ എനിക്ക് ഒന്ന് ഉപദേശിച്ചു തന്നാലും. യജ്ഞാംഗേഷു വിധീയതാം, ആ വിധികൾ എന്തൊക്കെയാണ് യാഗം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ പ്രവൃത്തികളും എങ്ങനെ വേണമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപദേശം അങ്ങ് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അനുഷ്ഠിക്കാൻ, യാഗം ചെയ്യാൻ വേണ്ടതെല്ലാം ഉപദേശിച്ചു തരാൻ വേണ്ടിയിട്ട് ദശരഥൻ പുരോഹിതനായിട്ടുള്ള വസിഷ്ഠനോട് ആവശ്യപ്പെടുന്ന സന്ദർഭമാണത്. അപ്പോൾ വിഘ്നങ്ങളൊന്നും ഉണ്ടാവരുത്, തടസ്സങ്ങൾ ഉണ്ടാവരുത്, ഭംഗിയായിട്ട് നടന്നു പോകണം. അതിനെന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപദേശം തരണം, അതിന് മുഖ്യ നേതൃത്വം കൊടുക്കുകയും വേണം. അതാണ് അടുത്ത ശ്ലോകത്തിൽ, 4ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഭവാൻ സ്നിഗ്ധ സുഹൃന്മഹ്യം ഗുരുശ്ച പരമോ മഹാൻ വോഢവ്യോ ഭവതാ ചൈവ ഭാരോ യജ്ഞസ്യ ചോദ്യത. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. അങ്ങ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുമാണ്, ഉപദേഷ്ടാവുമാണ്, പുരോഹിതനുമാണ്. അതാണ് ഭവാൻ സ്നിഗ്ധ. സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവൻ, സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് സ്നിഗ്ധത, ഒട്ടൽ. അതാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം. അത് എന്നോട് അങ്ങക്ക് വേണ്ടുവോളുണ്ടല്ലോ ആ സ്നിഗ്ധത. മാത്രമല്ല മഹ്യം, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് അങ്ങ്. സുഹൃത്തും പുരോഹിതനൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരാളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കൾ അങ്ങനെയല്ല, അതിനുള്ള വഴികൾ കൂടി കാണിച്ചു തരും. അതുപോലെ സുഹൃത്തായിട്ട് വർത്തിക്കുന്ന ആളല്ലേ അങ്ങ്. അതാണ് മഹ്യം സുഹൃത് ഗുരു പരമോ മഹാൻ, പരമോ മഹാൻ ഗുരുശ്ച, ഏറ്റവും നല്ല സുഹൃത്തുമാണ്, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവുമാണ്, പരമമായിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള ഒരു ഗുരുവാണ് അങ്ങ്. അതുകൊണ്ട് എന്ത് വേണം? വോഢവ്യോ ഭവതാ ചൈവ ഭാരോ യജ്ഞസ്യ ചോദ്യത. ചോദ്യത യജ്ഞസ്യ ഭാര ഭവതാ ച ഏവ ഭവതാ വോഢവ്യ ഏവ. ഈ ചെയ്യാൻ പോകുന്നതായ, ഞാനായിട്ട് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതായ ആ യജ്ഞത്തിൻ്റെ ഭാരം അങ്ങ് തന്നെ വഹിക്കണം. ഭാരോ വോഢവ്യ, അതായത് യജ്ഞം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സകല തയ്യാറെടുപ്പുകളും ഞാൻ നടത്തി തരാം. അത് ഭംഗിയായിട്ട് കൊണ്ട് നടക്കേണ്ടത്, ആദ്യന്തം അവസാനിപ്പിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അത് പുരോഹിതൻ്റെ കർത്തവ്യമാണ്, യാഗം ഭംഗിയാക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ പറയണത്. ചോദ്യത യജ്ഞസ്യ ഭാര, ഇപ്പോൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള യജ്ഞത്തിൻ്റെ ഭാരം ഭവതാ ഏവ വോഢവ്യ, അങ്ങയാൽ തന്നെ വഹിക്കപ്പെടണം, അങ്ങ് തന്നെ വഹിക്കണം. അല്ലെങ്കിൽ ഈ യാഗം ഭംഗിയായിട്ട് നടക്കില്ല. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ അല്ലയോ മഹാമുനെ അങ്ങയുടെ ചുമലുകളിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ദശരഥൻ വസിഷ്ഠനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ദശരഥൻ തിരിച്ചു പറഞ്ഞത് എന്നുള്ളതാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറയണത്. തഥേതി ച സരാജാനമബ്രവീദ്വിജസത്തമ കരിഷ്യേ സർവമേവൈതദ്ഭവതായത് സമർത്ഥിതം. രാജാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് പറ്റില്ല എന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുക ചെയ്യണത്. തഥേതി ച സരാജാനം അബ്രവീത് ദ്വിജസത്തമ, സ ദ്വിജസത്തമ രാജാനം തഥാ ഇതി അബ്രവീത്. ആ ബ്രാഹ്മണശ്രേഷ്ഠൻ, മുനിശ്രേഷ്ഠൻ
വസിഷ്ഠൻ എന്ത് പറഞ്ഞു? അങ്ങനെയാവട്ടെ എന്ന് രാജാവിനോട് മറുപടിയും പറഞ്ഞു. തഥാ ഇതി, തഥാസ്തു, അപ്രകാരം തന്നെ സംഭവിക്കട്ടെ, ഞാൻ അതിൻ്റെ നേതൃത്വം കൊടുത്ത് അതിനെ വേണ്ടതുപോലെ അവസാനിപ്പിച്ചോളാം എന്ന് രാജാവിന് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യണത്. മാത്രമല്ല, കരിഷ്യേ സർവമേവ ഇതത് ഭവതാ യത് സമർത്ഥിതം, ഭവതാ യത് സമർത്ഥിതം, അങ്ങ് എന്തൊക്കെ നടക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടുവോ, അല്ലെങ്കിൽ ഈ ഒരു യാഗത്തിൽ എന്തൊക്കെ നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ, അത് മുഴുവനും തന്നെ തത് സർവം കരിഷ്യേ, ഏതത് സർവം, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഭംഗിയായിട്ട് നടത്തി തന്നോളാം. അതാണ് കരിഷ്യേ സർവമേവ ഇതത് ഭവതാ യത് സമർത്ഥിതം, അങ്ങ് എങ്ങനെയൊക്കെ ഈ യാഗം ചെയ്യണമെന്ന് വിചാരിച്ചുവോ ആ രീതിയിലൊക്കെ പരമാവധി ഞാൻ തന്നെ അങ്ങയ്ക്ക് ചെയ്തു തന്നോളാം എന്ന് രാജാവിന് വസിഷ്ഠൻ ഉറപ്പ് കൊടുക്കുകയാണ്. ഈ അശ്വമേധയാഗം ഭംഗിയായിട്ട് ചെയ്യാൻ എല്ലാ തരത്തിലും ഞാൻ ഉത്സാഹിച്ചോളാം എന്നാണ് രാജാവിന് വാക്ക് കൊടുക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പുനഃപ്രാപ്തേ വസന്തേ തു പൂർണ്ണ സംവത്സരോ ഭവത് പ്രസവാർത്ഥം ഗതോ യഷ്ടും ഹയമേധേന വീര്യവാൻ അഭിവാദ്യ വസിഷ്ഠം ച ന്യായതഃ പ്രതിപൂജ്യ ച അബ്രവീത് പ്രശ്രിതം വാക്യം പ്രസവാർത്ഥം ദ്വിജോത്തമം യജ്ഞോ മേ ക്രിയതാം ബ്രഹ്മൻ യഥോക്തം മുനിപുംഗവ യഥാ ന വിഘ്നാ ക്രിയന്തേ യജ്ഞാംഗേഷു വിധീയതാം ഭവാൻ സ്നിഗ്ധഃ സുഹൃന്മഹ്യം ഗുരുശ്ച പരമോ മഹാൻ വോഢവ്യോ ഭവതാ ചൈവ ഭാരോ യജ്ഞസ്യ ചോദ്യത തഥേതി ച സ രാജാനമബ്രവീദ് ദ്വിജസത്തമ കരിഷ്യേ സർവമേവൈതദ് ഭവതാ യത് സമർത്ഥിതം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെയാണ് അവരവിടെ നടത്താൻ പോകുന്നതായിട്ടുള്ള തയ്യാറെടുപ്പ്, വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ടിട്ട് മറ്റുള്ളവരെങ്ങനെയാണ് യാഗത്തിന് തയ്യാറാവാൻ പോണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഈ 5 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.